അവർക്ക് സയൻറ്റിഫിക് ടെമ്പറില്ല, അവർ അന്ധവിശ്വാസികളാണ്, അവർ പൂജ നടത്തുന്നു, ഗണപതി ഹോമം നടത്തുന്നു, അമ്പലത്തിൽ പോകുന്നു. ഈ ലെവലിലേക്കൊക്കെ അങ്ങോട്ട് പോയി ഇവരെ ശാസ്ത്രജ്ഞന്മാരെന്ന് കണക്കാക്കാനേ പറ്റില്ല. ഇവർ സമൂഹത്തിന് തന്നെ അപമാനമാണ് എന്ന ലെവലിൽ വരെയൊക്കെ ഇവിടെ കേരളത്തിൽ അങ്ങനെ ഇതുണ്ടായിട്ടുണ്ട്. സാറിന് എന്ത് അതിൻ്റെ ഒരു റെസ്പോൺസ് എന്താണ് സാർ? ഞാനിപ്പോൾ എൻ്റെ സ്പീച്ചിനെ കുറിച്ചല്ല പറയേണ്ടതെന്ന് ഞാൻ തോന്നുന്നു. കാരണം ഈ റെസ്പോൺസിനെ ഞാൻ പ്രതികരിക്കുക എന്നുള്ളത് എൻ്റെ ജോലിയുമല്ല. കാരണം അത് ഓരോരുത്തരും അവരവർക്ക് ശരിയാണെന്ന് തോന്നുന്നത് പറയുന്നു. അപ്പോൾ എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാൻ കഴിയും, ശാസ്ത്ര മേഖലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു സ്ഥാപനമാണ് ISRO. അവിടെയുള്ള ആളുകളെല്ലാം ശാസ്ത്രജ്ഞന്മാർ തന്നെയാണ്, എഞ്ചിനീയർമാർ തന്നെയാണ്. അവർ അന്ധവിശ്വാസികളോ അന്ധവിശ്വാസ ജഡിലമായ റിസർച്ചുകൾ നടത്തുന്നവരല്ല. അവർ നമ്മൾ ടെക്നോളജിയിലും എഞ്ചിനീയറിങ്ങിലും പ്രവർത്തിക്കുന്നവരാണ്. അത് അതിൻ്റെ റിസൾട്ട് മുന്നിലുണ്ട്. അതുകൊണ്ട് അക്കാര്യം പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റൊന്ന്, ഓരോ വ്യക്തിയും ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ സമൂഹത്തിൽ നിന്ന് പറിച്ചു മറ്റുകൊണ്ട് സയൻസ് മാത്രമാണ് എന്നൊന്നും കരുതി ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു സമൂഹം പല കാരണങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ്. നമ്മുടെ ജന്മം കൊണ്ടുണ്ടായ നമ്മുടെ സ്വഭാവവിശേഷം, നമ്മുടെ കൾച്ചർ, നമ്മൾ ജനിച്ചു വന്ന രാജ്യത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾ, നമ്മുടെ ഭാഷ, നമ്മൾ മറ്റു വ്യക്തിയോട് കാണിക്കുന്ന ബഹുമാനങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഒരു ഭാഗമാണ്. അതിൻ്റെ ഭാഗമാണ് പലതും നമ്മുടെ കുറിച്ചുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ജേണിയുടെ ഭാഗമാണ്. ഇതിൽ വളരെ റിച്ച് കൾച്ചറുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് ഞാനും മറ്റ് അനേകം ആളുകളും. അത് ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ, നമ്മളെല്ലാവരും സ്വാംശീകരിച്ചിരിക്കുന്ന ഒരു അടിസ്ഥാനപരമായ ഒരു സംസ്കൃതിയുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷൻസ് നിങ്ങളുടെ എല്ലാ ജീവിതത്തിലും കണ്ടുകൊണ്ടിരിക്കും. അത് നിങ്ങളുടെ പ്രധാന ജോലിയായ സയൻറ്റിഫിക് റിസർച്ചിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും സംഭവിക്കുന്നില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഒരുപാട് അതിന് ഉത്തരം കൊടുക്കാനോ അതിനെ ഡിഫെൻഡ് ചെയ്യാനോ പോകണ്ട. അല്ല, ഇത് ഏറ്റവും കൂടുതൽ ഇത് സംസാരമാകുന്നത് നമ്മുടെ കേരളത്തിലാണെന്നുള്ളതാണ്. അത് ആയിക്കോട്ടെ, കാരണം സംസാരിച്ചുകൊണ്ടിരിക്കും, പ്രവർത്തിക്കേണ്ടവർ പ്രവർത്തിച്ചു. അപ്പോൾ എന്നോട് സംസാരിച്ച് 1-2 പേരോട് ഞാൻ പറഞ്ഞു, ഇപ്പം പറഞ്ഞു ഏറ്റവും വലിയ സയൻറ്റിഫിക് ടെമ്പറുള്ള രാജ്യമാണല്ലോ അമേരിക്ക, നാസയൊക്കെ. അവിടെ ഇപ്പോഴും കടൽ തിന്നുന്ന പരിപാടിയുണ്ടല്ലോ. എനിക്കും പോയപ്പോൾ അവരെനിക്കൊരു കടലക്കുപ്പി തന്നു. അതെ, ഓരോ ലോഞ്ചിൻ്റെ സമയത്തും കടല തിന്നുക എന്നുള്ളത് അതിനെ നമ്മൾ എന്ത് വിശേഷിപ്പിക്കണം? ഇത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരുടെ അടുത്ത്. അവരുടെ സാറേ, ഞാൻ പേഴ്സണലായിട്ടുള്ള ചോദ്യമാണത്. ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ ലോഞ്ചുകളും, ഒരു സ്പേസ്